തന്നെയല്ല ഈ ലിസി ഒരു മാസം മുമ്പ് ഒരു സ്വപ്നം കണ്ടായിരുന്നു. ലിസി കണ്ട സ്വപ്നം ഭയങ്കര വിറ്റാണ്. അതായത് ഭയങ്കരമായിട്ട് തീ കത്തണം. തീ കത്തുമ്പോൾ കൃപാസനം മാതാവ് ചിറക് ധരിച്ച് ഈ തീയിൽ നിന്നകത്തേട്ട് പുറത്തേക്ക് വരണം. അതാണ് കണ്ട സ്വപ്നം. അപ്പോൾ ഉടനെ ലിസി വിചാരിച്ചു, ദൈവമേ വല്ലയിടത്തും തീ പിടിക്കാൻ വേണം, മാതാവേ തീ കെടുത്തേക്കണേ എന്ന് പറഞ്ഞ് ഇവർ പ്രാർത്ഥിച്ച്. പക്ഷേ തീ പിടിച്ചാർക്കാൻ ഇവർക്ക് തന്നെയാണ്. ഈ എംബസി സംഭവിക്കാൻ പോകുന്ന കാര്യം അമ്മ നേരത്തെ കാണിച്ചു കൊടുത്തതാണ്. എംബസി സംഭവിക്കാൻ പോണത് നീ നിന്ന് കത്തുന്ന ഈ എംബസിയിൽ, പക്ഷേ ഞാൻ ചിറകം ധരിച്ച് വന്നിട്ട് നിന്നെ അവിടെ നിന്ന് റിലീവ് ചെയ്യും. അതാണ് അതായത് ഞാനിപ്പോൾ നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ഇത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പാടായിട്ട് തോന്നും. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു സങ്കല്പ വിശ്വാസികളല്ല. എല്ലാവരും ആണെന്ന് ഞാൻ പറയില്ല. അപ്പൻ്റെ അമ്മയും ക്രിസ്ത്യാനികളായതുകൊണ്ട് അങ്ങനെ ജീവിച്ച് ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച് അവരുടെ പേരൊക്കെ ഇട്ട് അങ്ങനെ പോയി ജീവിക്കണം എന്നല്ലാതെ വേറെ കഥ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവദൈവസന്ധി പോയിൻ്റ് കുറവാണ്. പോയിൻ്റ് കൂടണമെന്നുണ്ടെങ്കിൽ ഉള്ള മാർഗം ഈ 5:47 മത്തായിയുടെ സുവിശേഷം 5:47. എന്താ പ്രശ്നം? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത് വെച്ചാൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യണത്. അതായത് സഹോദരങ്ങളെ മാത്രം നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുവെങ്കിൽ വിശേഷ വിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് ഇപ്പം ദൈവത്തിൻ്റെ ഒരു മിനിമം ഗ്യാരണ്ടി നിലനിർത്താനുള്ള മാർഗം എന്താണ്? എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഈ ലിസിയുടെ കാര്യം ചോദിക്കണത്, ലിസിയുടെ ആങ്ങളയ്ക്ക് മഞ്ഞപ്പിത്തമാണ്. ഷിപ്പ് യാർഡിലാണ് ജോലി. മഞ്ഞപ്പിത്തമാണ്. ഇപ്പോൾ മഞ്ഞപ്പിത്തമായിട്ട് കരളിൻ്റെ ബെഡ്റൂമിൻ കൂടിയിട്ട് അയാൾ അവിടുന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ ലിസിയുടെ ചേച്ചിമാർ രണ്ടുപേരും ഇതുപോലെ ഈ അഡാറ് ഫെയ്ത്തുള്ള ആൾക്കാരാണ്. ഈ കക്ഷികൾ നേരെ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്ത് ആങ്ങളെയും കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്താൽ ഇവളോട് പറയണത്, ഇനി ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, നീയും പ്രാർത്ഥിച്ചേക്കണമെന്ന് പറയും. കാരണം ചേട്ടായിയെ പറഞ്ഞു വിട്ടു, ഹോസ്പിറ്റലിൽ അവിടെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറയും. ചേട്ടായിക്ക് ജോലി ബിൽഡറും കൂടുന്നില്ല, മഞ്ഞപ്പിത്തം കൂടിയിട്ട് മഹോദരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. പക്ഷേ ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മൾ പറയാത്തൊരു പരിപാടി ചെയ്യും. എന്താ ചെയ്യണത്? ഇവിടുന്ന് ഷിപ്പ് യാർഡ് വരെ ഈ ആങ്ങളെ നടുക്ക് കാറിൽ ഇരുത്തിക്കൊണ്ട് ഇവിടുന്ന് ഷിപ്പ് യാർഡ് വരെ അവർ ജവമാല ചെല്ലും. അത് നമ്മൾ പറയാത്ത സാധനമാണ്. അത് നമ്മൾ പറയാത്ത സമയം എക്സ്ട്രാ ചെയ്യണതാണത്. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ഇവിടെ വരികയും മാതാവിനെ കാണുകയും പോവുകയും ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റുകയെന്ന് അറിയാമോ? ഒറ്റ ആഴ്ച കൊണ്ട് ബിൽഡറുവിൻ നോർമലാകുക തന്നെയല്ല, ഷിപ്പ് യാർഡിലും കൂടെ തിരിച്ചെടുക്കും. സ്പീഡാണിത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ചെയ്യണതാണ് വിഷയം. ഇപ്പോൾ ഒരു അനുവിൻ്റെ സാക്ഷി, അനു മരിയ ഇതുപോലൊരു സംഭവമാണ് എക്സ്ട്രാ. അതായത് നിങ്ങൾക്ക് ദൈവമായിട്ട് മിനിമം യോഗ്യതയുള്ളെങ്കിൽ ഇത് വർദ്ധിപ്പിക്കാനുള്ള മാർഗം വിശേഷ വിധിയായി ചെയ്യണ കാര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുടെ ജോസിൻ്റെ സാക്ഷി, അയാളും തൃശ്ശൂർക്കാരനാണ്. പക്ഷേ അയാൾ ജോലി ചെയ്യണത് ബോംബെയിൽ എവിടെയാണ്. അയാളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അപ്പനും ഉണ്ട് അമ്മയുണ്ട്, പ്രായമാണ്, പക്ഷേ ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഇത് എല്ലാവരെയും കൂടി നോക്കാൻ വേണ്ടി പാവപ്പെട്ടവൻ്റെ ജോലിയേ ഉള്ളൂ. MNC അയാൾക്കൊരു ജോലിയുണ്ട്. ഈ ജോലി പോകുമ്പോൾ അപ്പം വന്ന് ഉടമ്പടി എടുക്കും. അപ്പോൾ അയാൾ നാട്ടിൽ വരുമ്പോൾ ജോലി അവിടെ പോയിരുന്നു. പക്ഷേ അപ്പനോട് അമ്മയോടും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തകർന്നു പോകും. പറയാതെ അയാൾ വന്ന് വേറെ ഉടമ്പടി എടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ വന്ന് എന്നെ കണ്ട്. പക്ഷേ എനിക്ക് സാധാരണ ഉടമ്പടി പുതുക്കാത്ത ആൾക്കാർക്ക് ഞാൻ ശ്രദ്ധിക്കത്തില്ല. കാര്യം പ്രോസസ്സിലിരിക്കുകയല്ലേ അവർ. പ്രോസസ്സിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഉടമ്പടി പോയി. അപ്പം പിന്നെ അവർക്ക് കൊടുക്കാൻ അങ്ങനെ പാണ്ടാവും. അവർ ഞാൻ നോക്കത്തില്ല. ഞാൻ ഉടമ്പടി ചെയ്താൽ പുതുക്കിയെന്ന് നോക്കത്തുള്ളൂ എപ്പോഴും. ഒരാളെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഉടമ്പടി പേപ്പർ എല്ലാം അയാളെക്കുറിച്ചുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ടാണ് ആളുമായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇയാളെ കണ്ടപ്പോൾ ഇയാൾ പറയണ മുമ്പ് തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത പ്രശ്നമല്ലേ, നിങ്ങളൊരു പണി ചെയ്യണം, 8-ാം തീയതി ഉപവസിക്കണം. 1-ാം തീയതി 8-ാം തീയതി ഉപവസിക്കണം, പിന്നെ 17-ാം തീയതി. അപ്പോൾ അയാൾ 1-ാം തീയതി ഉപവസിച്ച് 8-ാം തീയതി അയാൾ ഉപവസിക്കണ ദിവസം MNC കമ്പനി വേറൊരു കമ്പനിയിൽ നിന്ന് അയാൾക്ക് അതിനേക്കാൾ ശമ്പളത്തിൽ, അതായത് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ വേണ്ടി വർക്ക് അറ്റ് ഹോമായിട്ട് അതിനേക്കാൾ ശമ്പളത്തിൽ ജോലി കിട്ടി. അത് വർക്ക് അറ്റ് ഹോമാണ്. നേരത്തെ അവിടെ പോകണമായിരുന്നു, ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ജോലിയും കാര്യമൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്, ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നമ്മൾക്ക് കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ എക്സ്ട്രാ ചെയ്യാൻ ഒട്ടിയടിക്കാൻ പറ്റത്തില്ല. ഇതാണ് പ്രശ്നം. ഉള്ളത് തന്നെ എങ്ങനെയും 16 കൊട്ടുമായിട്ടൊക്കെയാണ് ചെല്ലണത്.
ഇപ്പോൾ പ്രത്യക്ഷയുടെ പ്രാർത്ഥന കഴിയുമ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് 5:30 തൊട്ട് 6:30 മണി വരെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ മിക്കവാറും എഴുന്നേൽക്കുമ്പോൾ 7:30 മണിയാവും. എന്തുകൊണ്ടാണ്? രാത്രി വല്ല വാട്സപ്പൊക്കെ കൊണ്ട് ചാറ്റും ചീറ്റുമൊക്കെ ഇരുന്നിട്ട് ഉറങ്ങാൻ വിട്ടു പോകുമ്പോൾ രാവിലെ എഴുന്നേൽക്കണം താമസിക്കും. അതുകൂടി ആ സംഭവം തീരും. അപ്പോൾ ഇങ്ങനെയാണ് വിഷയം വന്നത്. ഇത് മറിച്ച് എക്സ്ട്രായാണ് ഈ പരിപാടി ചെയ്യണമെങ്കിൽ. ഇപ്പോൾ അനുവിൻ്റെ പരിപാടി എന്താണ്? അനു എന്താ പറഞ്ഞത്? അനു പറഞ്ഞത് എനിക്ക് വിസ ഇൻ്റർവ്യൂ ആണ്. 3 ഞാൻ തോറ്റപ്പോൾ വന്ന് ഉടമ്പടി ചെയ്ത് പാലക്കാട് ഞാൻ ഒറ്റക്ക വന്നത്. ആ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അനു വീണ്ടും എക്സാമിൻ്റെ ദിവസം ചെയ്ത പരിപാടിയുണ്ട്. 3 മണിക്ക് എഴുന്നേറ്റ് ബൈബിൾ വായിച്ചു മൊത്തം. എന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് നേരെ ഓഫീസിൽ പോയി. ഒരു സാധനം തുറന്ന് നോക്കിയില്ല. കാര്യം എന്താണ്? ഈ പരീക്ഷ മാതാവിൻ്റെ പരീക്ഷയാണ്. അതുകൊണ്ട് ഞാൻ ആരോടും സംസാരിച്ചില്ല. കൂട്ടുകാർ പോലും വന്നിട്ട് പോലും ചിരിച്ചു പോലും കാണിച്ചില്ല ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് പോകണമെന്നുള്ളത്. അതാണ് ആരെ അഭിവാദ്യം ചെയ്യുന്നതൊക്കെ നമ്മൾ വായിച്ചില്ല. സംഭവം ശരിയാണ്. അതായത് അപ്പം ഞാനിവിടുത്തെ അനു ഇത് ഭയങ്കരമായ സംഭവമാണ് നീ പറയണത്. പക്ഷേ എവിടെ നിന്ന് നിനക്ക് കിട്ടി? അത് മിനിമം ഹോളി സ്പിരിറ്റാണ്. അതായത് നമ്മൾ ഉപഗ്രഹങ്ങൾ ചന്ദ്രമണ്ഡലത്തിലോട്ട് പ്രവേശിക്കണ പോലെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സംവേദനത്തിലേക്ക് കയറി വരും. അപ്പോൾ നീ പ്രധാന ആചാര്യന്മാരുടെ മുമ്പിലേക്ക് ഹാജരാകുമ്പോഴേ എന്ത് സംസാരിക്കണമെന്ന് മുൻകൂട്ടി ചിന്തിക്കേണ്ട, എന്താണ് സംസാരിക്കേണ്ടതെന്ന് ആ സമയം നിനക്ക് അറിവ് തരും. അപ്പോൾ നിങ്ങളായിരിക്കുകയില്ല, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുക. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലുള്ളതാണ്. എന്താണ് കാര്യം? നമ്മൾ ദൈവമായിട്ട് സന്ധിപ്പായി, കുറച്ചുകൂടി ദൈവമായിട്ട് ബന്ധമായി, ദൈവത്തിൻ്റെ സ്വന്തമായെന്നൊക്കെ ദൈവത്തിന് തോന്നിയാൽ നീ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നെല്ലാം നമുക്ക് നോട്ട് തരും. ഇങ്ങനെ ഒരു റിലേഷനിലേക്ക് വരണം. അതിനുള്ള കപ്പാസിറ്റി ഈ ഉടമ്പടി പ്രാർത്ഥനയ്ക്കുണ്ട്. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് പക്ക പ്രയറാണ്. കാര്യം അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ. അത് അമ്മയിൽ നിന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് അമ്മയിൽ പ്രവർത്തിച്ച് ലോകത്തിന് കൊടുത്ത ഒരു നിർദ്ദേശമാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എക്സ്ട്രാ എന്താണ് വിശേഷബുദ്ധിയായി ചെയ്യണത്. ഇപ്പം ഞങ്ങൾ നിങ്ങളോട് പറയും, നിങ്ങൾ ആ പത്രം വാങ്ങിച്ചിട്ട് ഇടവകയിൽ കൊണ്ടേ കൊടുക്കണമെന്നത് പറയും. അപ്പം നിങ്ങളെന്ത് ചെയ്യും? ചില ആൾക്കാർ വീട് വീഴാൻ വഴി കൊണ്ടേ കൊടുക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ എന്ത് ചെയ്യണം, എവിടെ ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം, എവിടെ ജോലി കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടേതല്ല. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷി, എൻ്റെ ഒരു സഹപ്രവർത്തക, അവളെ നേഴ്സാണ്, BSc നേഴ്സാണ്. ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അവരിപ്പോൾ തിയോളജി പഠിക്കാൻ പോയിരിക്കുകയാണ്. രൂപത എന്നൊരു പിതാവ് ബിഷപ്പ് വിട്ടിരിക്കണതാണ്. അപ്പോൾ തിയോളജി പഠിച്ചിരിക്കുന്നത് അവൾ ഒരു ദിവസം നോക്കുമ്പോൾ അവൾ MBA എടുത്തു. ഞാൻ പറഞ്ഞപ്പോൾ നേഴ്സുമാർക്ക് MBA എടുക്കാൻ ഭയങ്കര അവിടെ ജോലി കളയാതെ എടുക്കാൻ വലിയ പാടാണ്. കാര്യം ഒന്നും ആശുപത്രിയിൽ ചെന്ന് പെട്ടെന്ന് നമുക്കറിയാം ഇവരിങ്ങനെ സൂചിയും നൂലും പോലും ഓടണ കാണാം. നിക്കക്കളി ഉണ്ടാകത്തില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കൂടി എന്താ പരിപാടി? ശനിയാഴ്ച വൈകുന്നേരം ഇരുന്നുകൊണ്ട് 1000 മണിയുടെ ജപമാല ചെല്ലും. അപ്പോഴെന്നാ പറ്റുക? ദൈവത്തിൻ്റെ സ്വന്തം ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഗ്രേസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഓരോ സമയത്ത് എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം. ആരും കണ്ടില്ലെങ്കിലും പരസ്യം നീ കാണാം. ഇപ്പോൾ ഈ കോൾ ഫോർവേഡ് ചെയ്തിരിക്കണത് ഓരോ കമ്പനി കോൾ ഫോർവേഡ് ചെയ്തിരിക്കണതാണ്. ആരും കണ്ടില്ല, പക്ഷെ നീ കാണും. നിന്നെ കർത്താവ് കാണിക്കും. എന്നിട്ട് നിന്നെ വിളിച്ച് ആ പത്രവും ആ ഇമെയിലും കാണിക്കും, ആ പരസ്യം കാണിക്കും. ഇപ്പോൾ ആപ്ലിക്കേറ്റ് ചെയ്യും, ഇത് നിനക്കുള്ളതാണെന്ന് പറയും. പക്ഷെ ആരും കണ്ടു കാണത്തില്ല ആ സാധനം. ഇവളെ വിളിച്ച് കാണിക്കും. എനിക്കങ്ങനെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി മാത്രം ചൂണ്ടിക്കാണിച്ച് തരുന്ന സംഭവങ്ങൾ. ദൈവത്തെ ഇതിൽ നിന്ന് എന്ത് കിട്ടുമെന്നല്ല പ്രശ്നം, ദൈവം തന്നെയാണ് പ്രശ്നം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒരു ഐക്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ബാക്കി ഒന്നും പ്രശ്നമല്ല. ഞാൻ മനസ്സിലാക്കിയത് ദൈവം തന്നെയാണ് പ്രശ്നം, വേറെ ഒന്നും പ്രശ്നമല്ല. ദൈവവുമായിട്ട് നിങ്ങൾ ഏതെല്ലാം വിധത്തിൽ അടുത്ത് വരാമോ അത്രയും വിധത്തിൽ എൻ്റെ മക്കൾ അടുത്ത് വന്ന് ഐക്യം പ്രാപിക്കാൻ ഉടമ്പടിയിലൂടെ പരമാവധി നിങ്ങൾ സത്യസന്ധത കാണിച്ച് എത്രയും നിങ്ങളുടെ കപ്പാസിറ്റി പ്രാപ്തി വർദ്ധിപ്പിക്കാൻ ഈ ധ്യാനം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. കൃപാസനത എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുന്നതിനും ഉടമ്പടി പുതുക്കുന്നതിനും സാക്ഷ്യം പറയുന്നതിനും സൗകര്യമുണ്ടായിരിക്കും. കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി പുതുക്കുന്നതിനും ഉടമ്പടി എടുക്കുന്നതിനും സാക്ഷ്യം പറയുന്നതിനും സൗകര്യമുണ്ടായിരിക്കും. പിന്നെ ചൊവ്വാഴ്ച, രണ്ടാമത്തെ അറിയിപ്പ്, ചൊവ്വാഴ്ചകളിൽ ഏകദിന ഉടമ്പടി ധ്യാനം.
അത് നിങ്ങൾ ഓൺലൈനായിട്ട് പങ്കെടുക്കേണ്ടത് എല്ലാ ചൊവ്വാഴ്ചയിലും ഉടമ്പടി ധ്യാനം, ഈ ഉടമ്പടി എടുത്തവരും ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ ഉടമ്പടിയെക്കുറിച്ചുള്ള അപ്ഡേഷൻ എല്ലാം വരണം, വെളിപാടെല്ലാം വരണത്, വചനത്തിൽ നമ്മൾ വളരണതെല്ലാം ഈ ഉടമ്പടി ധ്യാനം. അത് ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കൂടിയിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടി നിങ്ങൾ അത് ഷെയർ ചെയ്യുക കൂടി ചെയ്യണമെന്ന്. അത് നമ്മുടെ ഉടമ്പടി പ്രകാരമുള്ള ആത്മീയ ബാധ്യതയാണ്. കൃപാസനം പുതിയ പ്രോജക്റ്റ് ശ്രദ്ധിക്കുക. തീർത്ഥാടകർക്ക് ഇവിടെ വന്ന് താമസിച്ച് ധ്യാനം കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരൊക്കെ പുറത്ത് വലിയ വില കൊടുത്താണ് ലോഡ്ജിലൊക്കെ താമസിക്കുന്നത്. അവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഒരു കെട്ടിട തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള ഒരു സെൻറ്റർ, പിൽഗ്രീം സെൻറ്റർ ചെയ്യുകയാണ്. അമ്മയ്ക്ക് ഒരു പ്രാർത്ഥനാ മുറി, എൻ്റെ സ്വന്തം മുറി. അമ്മയ്ക്കൊരു മുറി, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണത്. അതിൽ നിങ്ങൾക്ക് 4 ദിവസം 1 കൊല്ലം ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റും. ആ മുറി നിങ്ങളുടെ സ്വന്തം മുറിയായിട്ട്. അങ്ങനെ 5 കൊല്ലം താമസിക്കാൻ പറ്റും. അത് കഴിയണമെങ്കിൽ പിന്നീട് പുതുക്കി കൊടുക്കും. അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി 94 47 69 68 15 നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഉടമ്പടി കാശുരൂപം. ഉടമ്പടി കാശുരൂപം പഴയ, ഇപ്പോൾ പുതിയ കാശുരൂപം ഒരിക്കലും കേടാകാത്ത കാശുരൂപം തരണത്. അതിനുവേണ്ടി മാത്രം ചെയ്തില്ല. ഇപ്പം നേരത്തെ തന്ന കാശുരൂപം ചിലപ്പോൾ 1.5 കൊല്ലം ഉപയോഗിച്ച് കഴിയുമ്പോൾ അല്പം കളർ മങ്ങാൻ